ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കഴിഞ്ഞ ദിവസം പഠിച്ചത് സൊല്യൂഷന്റെ ചില നിയമങ്ങളാണ്. സൊല്യൂഷൻ അനുസരിക്കുന്ന ചില നിയമങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് പറയാൻ പോകുന്നത് ഈ സൊല്യൂഷന്റെ ചില പ്രോപ്പർട്ടീസ്, ചില പ്രത്യേകതരം പ്രോപ്പർട്ടീസ് ആണ്. പ്രത്യേകതരം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഒരു ലാറ്റിൻ വാക്കാണ് കൊളിഗേറ്റീവ് എന്ന് പറയുന്നത്. ലാറ്റിൻ വേർഡിൽ നിന്ന് എടുത്തതാണ്. കോ മീൻസ് ടുഗദർ, ലിഗർ എന്ന് പറഞ്ഞാൽ ബൈൻഡ്, ചേർത്ത് പിടിക്കുക. അപ്പൊ അങ്ങനെയുള്ള ചേർത്ത് പിടിക്കുന്ന പ്രോപ്പർട്ടി എന്നാണ്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് എല്ലാ സൊല്യൂഷൻസിനെ കുറിച്ചും പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ല. പിന്നെയോ, these properties are properties of dilute solutions. Dilute solution എന്ന് പറഞ്ഞാൽ കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസേ ഉള്ളൂ. അതാണ് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഉള്ള സൊല്യൂട്ട് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ അതാണ് അതിന്റെ രണ്ടാമത്തെ സ്വഭാവം, നോൺ വോളറ്റൈൽ. അപ്പൊ പ്രോപ്പർട്ടീസ്, ആരുടെ പ്രോപ്പർട്ടീസ്? ഡൈല്യൂട്ട് സൊല്യൂഷൻ. അതിനകത്ത് എന്താ ഉള്ളത്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത? ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. നോട്ട് ഓൺ ദർ നേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പാർട്ടിക്കിളും ആയിക്കോട്ടെ, അതാരെ എന്നിവിടെ പ്രശ്നമില്ല, എത്ര പേരുണ്ടെന്ന് മാത്രമേ പ്രശ്നം. ഇവിടെ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഡിഫൈൻ ചെയ്താൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് containing non-volatile solute which depends only on number of particles. ഇതിനാണ് പ്രാധാന്യം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഡൈല്യൂട്ട് ആയിരിക്കണം സൊല്യൂഷൻ, സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രത്യേകതരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. There are 4 different colligative properties we have to study. നമുക്ക് പഠിക്കാൻ 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. 4 ഉള്ളൂ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഏതൊക്കെയാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. ഒരു സോൾവെന്റ് എടുക്കുന്നു, എ എന്ന് പറയുന്ന സോൾവെന്റ് ആണ്. ഇതിനകത്ത് എ എന്ന് പറയുന്ന മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. ഇതിന് മുകളിൽ വോളറ്റൈൽ ആണ് എ, സോ എയുടെ മോളിക്യൂൾസ് വരും. ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ, ഈ സൊല്യൂഷൻ അല്ല, ഈ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ P0A എന്ന് വിളിക്കും. P0A. ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. ബി ഈസ് നോൺ വോളറ്റൈൽ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന്റെ വാതുക്കല് ഇങ്ങനെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് കയറിയിരിക്കും. അപ്പോ സോൾവെന്റ് മോളിക്യൂൾസ്, ഇയാളോട്ട് മുകളിലേക്ക് പോവുകയില്ല, ഇയാൾക്ക് മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല, നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസിന് മുകളിലേക്ക് വരാൻ വേണ്ടത്ര ഏരിയ, ഇവിടെ കിട്ടിയ പോലെ അത്രയും ഏരിയ കിട്ടുന്നില്ല. അതുകൊണ്ട് മുകളിലേക്ക് വരുന്ന എയുടെ അളവ് കുറഞ്ഞിരിക്കും. അപ്പോ അതിനെ നമ്മൾ PA എന്നാണ് വിളിക്കുക. സൊല്യൂഷന്റെ മുകളിൽ ഉള്ള പ്രഷർ P ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ദ സോൾവെന്റ് മോളിക്യൂൾസ്, ആൻഡ് ദാറ്റ് ഈസ് PA. ഈ PA എന്ന് പറയുന്നത് P0A കുറവാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ട് കുറവാണ്? ഇവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ വാദത്തിൽ ഇങ്ങനെ ഒരാളെ നിർത്തിയിട്ട ആ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കൊണ്ട് സോൾവെന്റ് മോളിക്യൂൾസിന് വേപ്പർ ഫേസിലേക്ക് വരാൻ കഴിയുന്നില്ല, സർഫസ് ഏരിയ കുറഞ്ഞു പോയി. അതുകൊണ്ട് സോൾവെന്റ് മോളിക്യൂൾസ് വരുന്നതിന്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട്
സോൾവെന്റ് ഇതിന്റെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവാണ്. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവാണ്. അപ്പോ എന്താ പറഞ്ഞത്? പി എ ഈസ് ലെസ് ദാൻ P0. പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അഥവാ P is equal to PA and that is less. ഇനി നമുക്ക് എഴുതാം സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ P is equal to PA and that is equal to according to Raoult's law P0A into XA എന്ന് എഴുതാം. P0A into XA. XA ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? XA plus XB is equal to 1 ആണെന്ന് നമുക്കറിയാം. സോ XA ക്ക് പകരം നമ്മൾ എന്ത് എഴുതി? 1 minus XB എന്ന് എഴുതി. P0A into 1 minus XB എന്ന് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. P0A minus P0A into XB എന്ന് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തു. P0A minus P is equal to P0A into XB എന്ന് എഴുതി. P0A minus P അതായത് പ്യുവർ കമ്പോണന്റ് വേപ്പർ പ്രഷർ മൈനസ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ നമ്മൾ ഡെൽറ്റ P എന്ന് എഴുതി. that is equal to P0A into XB എന്ന് കിട്ടി. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഡെൽറ്റ P is proportional to XB. എന്നിട്ട് നമ്മൾ Raoult's law സ്റ്റേറ്റ് ചെയ്തു. എന്താണ്? lowering of vapor pressure is directly proportional to mole fraction of the non-volatile solute in the solution എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു lowering of vapor pressure is a colligative property. What is a colligative property? Colligative property is the property of dilute solution which containing non-volatile solute which depend only on the number of particles. അപ്പൊ നോക്കിക്കേ, lowering of vapor pressure എന്ന് പറയുന്ന സാധനം number of particles നെയാണോ ഡിപെൻഡ് ചെയ്യുക? What is XB? XB is number of moles of solute divided by total number of moles. Number mole എന്ന് പറഞ്ഞാൽ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ആണ് XB എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ P എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിനെ ഡിപെൻഡ് ചെയ്യുന്നു, നമ്പർ ഓഫ് മോൾസിനെ മാത്രം ഡിപെൻഡ് ചെയ്യുന്നു. സോ lowering of vapor pressure is a colligative property. It depends only on the number of particles. Okay. Now ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. എന്താണ്? ഡെൽറ്റ P is equal to P0A into XB എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. P0A നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. ഡെൽറ്റ P divided by P0A is equal to XB എന്ന് എഴുതി. What is this? Lowering of vapor pressure divided by vapor pressure of pure component. എന്ന് പറഞ്ഞാൽ പ്യുവർ കമ്പോണന്റിനെ അപേക്ഷിച്ച് എന്തുമാത്രം കുറഞ്ഞിട്ടുണ്ട്. So we call the term as relative lowering of vapor pressure. ഈ ടേം ഇത്രയും സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി നോൺ വോളറ്റൈൽ solute in the solution. Relative lowering of vapor pressure is equal to mole fraction of the solute. Right? എന്താണ് മോൾ ഫ്രാക്ഷൻ? ഇനി അതാണ് എഴുതാൻ പോകുന്നത്. ഡെൽറ്റ P divided by P0A is equal to XB NB divided by NA plus NB. അപ്പൊ ഈ NB എന്ന് പറയുന്ന സാധനം നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ആണ്. അത് എണ്ണത്തിൽ വളരെ കുറവാണ് എന്ന് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ട്? ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഡൈല്യൂട്ട് സൊല്യൂഷനകത്ത് particles, number of moles of solute is very less. Number of moles of solute is very less. അപ്പോ അതായത് 10,000 സോൾവെന്റ് മോളിക്യൂൾസ് ഉണ്ട്, 10 solute particles ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ NB കണ്ടുപിടിക്കുക? 10 divided by 10,000 പ്ലസ് 10. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ 10 ഡിവൈഡഡ് ബൈ 10,000 ചെയ്യുന്ന വാല്യൂ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല ആണല്ലോ. 10 ഡിവൈഡഡ് ബൈ 10,010 10 ഡിവൈഡഡ് ബൈ 10,000 ചെയ്യുന്നതുകൊണ്ട് വാല്യൂവിൽ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. അതുകൊണ്ട് വി ക്യാൻ നെഗ്ലെക്ട് ദി ടേം NB ഫ്രം ദി ഡിനോമിനേറ്റർ. മുകളിൽ കളയരുത്, താഴത്തെ NB നമുക്ക് കളയാം.
അയാളും കൂടെ കൂടിയിട്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വരുത്താനില്ലാത്തത് കൊണ്ട് നമ്മൾ അയാളെ കളഞ്ഞു. NB ഡിവൈഡഡ് ബൈ NA എന്ന് എഴുതി. We neglected the term NB from the denominator because NB is much less than NA. Okay, ഇനി എന്താണ് NB? NB is weight of solute divided by molecular mass of solute. Mass divided by molecular mass. ഇവിടെയൊക്കെ നമ്മൾ മാസിന് W എന്നാണ് എഴുതുക, മോളിക്കുലാർ മാസിനാണ് M എന്ന് എഴുതുക. weight of solute divided by molecular mass of solute. ഇനി ഡിനോമിനേറ്ററിൽ കിടപ്പുണ്ട് NAക്ക് നമ്മൾ എന്ത് എഴുതണം? weight of solvent divided by molecular mass of solvent. അപ്പൊ ഈ സാധനം ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് മുകളിലോട്ട് വെക്കും. താഴോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന സാധനം നമ്മളെടുത്ത് മടക്കി മുകളിലോട്ട് വെക്കില്ല എന്ന് പറയുന്ന മാതിരി MA ന്യൂമറേറ്ററിലേക്ക് വരും. WB into MA divided by MB into W എന്ന് കിട്ടി. എന്നാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ ഇതിനകത്തുനിന്ന് this is delta P divided by P0A. ഈ സാധനത്തിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? We can calculate the molecular mass of solute. നമുക്ക് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ എഴുതിക്കോ? MB is equal to അങ്ങോട്ട് പോകണം. P0A into WB into MA divided by ഇത് താഴോട്ട് വരണം. delta P into WA. We can calculate the molecular mass of the solute. എന്തൊക്കെ അറിയണം? പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ അറിയണം, സൊല്യൂട്ടിന്റെ മാസ് അറിയണം, എന്തുമാത്രം സൊല്യൂട്ട് ആഡ് ചെയ്തു എന്ന് അറിയണം, സോൾവെന്റിന്റെ മോളിക്കുലർ മാസ് അറിയണം, സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള വേപ്പർ പ്രഷറിനുണ്ടായ കുറവ് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. ഡെൽറ്റ പി സോൾവെന്റ് എന്ന് മാത്രം എടുത്തിട്ടുണ്ട്, അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അത്രയും കിട്ടിയാൽ നമുക്ക് ആ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച്. ഓക്കെ, ദാറ്റ് ഈസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിക്കുക. ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0A. P0 ഇവിടെ ഇങ്ങനെ എഴുതാം. P0A ഈസ് ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA എന്നായിരുന്നു. ഈ P0A കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റാം, ചുമ്മാ ഒരു റീഅറേഞ്ച്മെന്റ് ആണ്. P0A ഇൻറ്റു WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ ഇത് താഴെയുള്ളത് MB ഇൻറ്റു W. എന്നിട്ട് ഈ ഇക്വേഷനെ ഞാൻ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് വേണം? വലിയൊരു വ്യത്യാസം വരും. So we have to divide it with 1000. എന്തിന്? ചുമ്മാ നമ്മൾ 1000 കൊണ്ട് വെറുതെ ഇരിക്കല്ലേ, 1000 കൊണ്ട്. ഇപ്പൊ എന്താണ്, കോവിഡ് കാലമൊക്കെയാണ്, വീട്ടിൽ ഒരുപാട് സമയം, ചുമ്മാ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് അടുക്കി പെറുക്കാൻ പോവാണ്. കുറെ എണ്ണത്തിന് ഒരുമിച്ച് എടുത്തോട്ട് മാറ്റി ബാക്കി കുറെ എണ്ണത്തിന് അങ്ങോട്ട് മാറ്റാൻ പോവാണ്. അതിൽ നിന്ന് എടുത്ത സാധനം P0A എടുത്തു, MA എടുത്തു, ഈ 1000 വേണ്ട പോട്ടെ. താഴേന്ന് ഈ 1000 ഇങ്ങോട്ട് എടുത്തു, ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കി. മിച്ചമുള്ളതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതി. എന്തൊക്കെയുണ്ട്? ഇയാളെ എടുത്തു പോയി, ഇയാളുണ്ട്, മിച്ചമുണ്ട്. WB ഉണ്ട്, 1000 ഉണ്ട്, ഡിവൈഡഡ് ബൈ MB ഉണ്ട്, WA ഉണ്ട്, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഇനി പറയൂ, P0A is a constant vapor pressure of pure component. MA is a constant molecular mass of solvent. അതൊന്നും സമയങ്ങളിൽ മാറുകയില്ല. 1000 is a constant, നമുക്ക് കാണുമ്പോഴേ അറിയാം. So all these values are constant, so we can write it all as a constant. Okay. ഇനി എന്നതാ ഇതെന്നൊന്ന് പറഞ്ഞേ, ഇതെന്നതാ ഈ സാധനം?
ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു ബി എവിടെയോ കണ്ടിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് വെച്ചാണ് കണ്ടത്. എന്താണ് ഇയാള്? ഡബ്ല്യു ബി ബൈ എം ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻറ്റു 1000. ഞാൻ എന്തൊരു പേര് വിളിക്കുമല്ലോ, MOLALITY. So we got delta P is equal to K into molality. സൊല്യൂഷന്റെ മൊളാലിറ്റി K നമ്മൾ എടുത്ത് കളഞ്ഞു. അപ്പൊ എന്തെന്ന് വന്നു? വളഞ്ഞു വന്നു. ഈ K ഇതിന്റെ കൂടെ ചേരുമ്പോൾ വരുന്നതായിരിക്കും ഇത് വളഞ്ഞു. അപ്പൊ എന്തായി? ഡെൽറ്റ P is equal to proportional to molality. ഡെൽറ്റ P എന്ന് കിട്ടി. ഡെൽറ്റ P is proportional to molality എന്ന് കിട്ടി. അതായത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ഇത് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് പിന്നീട് ആവശ്യം വരും. ഡെറിവേഷൻ ഒന്നും പറഞ്ഞിരിക്കേണ്ട, ഇങ്ങനെയാണ് മൊളാലിറ്റി ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ ഒരു വിവരം എന്ന് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു എന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയാൻ പോണേ. രണ്ട്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയാ പറയുന്നത്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് കൂടുമെന്ന്. എപ്പോഴാണ്? നമ്മുടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വരുമ്പോൾ. നേരാന്നോ? നമുക്ക് നോക്കാം. നമ്മൾ ഗ്രാഫ് വരച്ചിട്ടാണ് നോക്കുന്നത് ബോയിലിംഗ് പോയിന്റ് കൂടുമല്ലോ. ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ XY ആക്സിസ് ഒക്കെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്ത് വരച്ചു? ഇവിടെ ടെമ്പറേച്ചറാണ് പ്ലോട്ട് ചെയ്യാം. നമ്മൾ എടുക്കുന്നത് ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് വേപ്പർ പ്രഷറാണ്. ഈ പ്രഷർ എന്ന് പറയുന്നതാണ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതാണ് സംഭവം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സോൾവെന്റ് എടുത്തു, വാട്ടർ ആയിക്കോട്ടെ. വാട്ടറിനകത്തേക്ക് വാട്ടർ മാത്രം എടുത്തു. വാട്ടറിന്റെ ഈ ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷർ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വാട്ടറിനെ ചൂടാക്കുമ്പോൾ വേപ്പർ പ്രഷർ കൂടുമല്ലോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷർ മാർക്ക് ചെയ്ത് atmospheric pressure equal. So when the vapor pressure becomes equal to the atmospheric pressure, what will happen? The liquid will boil. अब इधर atmospheric pressure not equal ആയ ടെമ്പറേച്ചർ നമ്മൾ നോക്കി. this temperature നമ്മൾ മാർക്ക് ചെയ്യുന്നു TB. ഏത് മറ്റേ ട്യൂബർക്കുലോസിസ് അല്ലേ? TB എന്ന് ബോയിലിംഗ് ടെമ്പറേച്ചർ. ഇതാരുടെയാ? സോൾവെന്റ്. സ്കെയിലൊന്നും വെച്ച് വരയ്ക്കണ്ട കേട്ടോ, വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിച്ചേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരിച്ചിരി സൊല്യൂട്ട് ആഡ് ചെയ്തു. എന്തെങ്കിലും ഒരു സൊല്യൂട്ട്, സോഡിയം ക്ലോറൈഡോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അപ്പൊ എന്ത് പറ്റും? സോഡിയം അത് ഈ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഇതെന്റെ ഇവിടെ കിട്ടിയുള്ളൂ. സെയിം ടെമ്പറേച്ചർ ആയിരുന്നു. സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ഇവിടെ കിട്ടി, പക്ഷെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറച്ച് താഴെയാണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ ആ സൊല്യൂഷനെ ഹീറ്റ് ചെയ്യും. ഒരു ടെമ്പറേച്ചറിൽ അത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആവില്ല. അപ്പൊ നമ്മളിങ്ങനെ സൊല്യൂഷൻ ഹീറ്റ് ചെയ്ത് വേപ്പർ പ്രഷർ കൂടി താഴെ അവിടെ എത്തിയപ്പോഴാണ് അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയത്. ആ ടെമ്പറേച്ചർ നമ്മൾ നോക്കി. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ഡാഷ് ഇട്ട് കാണിച്ചു. ഇങ്ങനെ ഡാഷ് ഇല്ല. ഈ ഡാഷ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി TB ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. അപ്പോ എന്താ പറ്റിയത്? സൊല്യൂഷൻ ആയപ്പോ ബോയിലിംഗ് പോയിന്റ് ഇപ്പുറത്താവുന്നത്. ബോയിലിംഗ് പോയിന്റ് ഇസ് ഇൻക്രീസ്ഡ്. ആ ഇൻക്രീസ് എന്ന് പറയാൻ കഴിയാഞ്ഞിട്ടാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഇസ് എലിവേറ്റഡ്. ഇപ്പോ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്തുമാത്രം എലിവേറ്റ് ചെയ്ത് എത്ര? ഡെൽറ്റ TB ഡാഷ് മൈനസ് TB ഡാഷ്
minus TB is known as delta TB, and that is the elevation in boiling point. Okay, elevation in boiling point. എന്താ എലിവേഷൻ ഉണ്ടാവാൻ കാരണം? ഇവിടെ എന്താ ഡെൽറ്റ പി. ഡെൽറ്റ ടി ബി ഇങ്ങനെ കൂടും. എപ്പോ ഡെൽറ്റ പി ഇങ്ങനെ കൂടും. ഡെൽറ്റ പി ഇൻക്രീസസ്, ഡെൽറ്റ ടി ബി ഇൻക്രീസസ്. വേപ്പർ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, നമുക്കറിയാം. അപ്പൊ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് ചേഞ്ച് ആണ്. ഡെൽറ്റ പി, ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ഇൻക്രീസസ്, ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. As the delta P increases, delta TB increases. So we can write delta TB is proportional to delta P. But delta P is proportional to molality. നമ്മൾ നേരത്തെ കണ്ടു. Delta P is proportional to molality. ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് പ്രഭാകരനും. എന്താ അങ്ങനെ കണ്ടത് പറച്ചില്ലേ എന്ന് പറയുന്ന പോലെ delta TB is proportional to delta P. Delta P is proportional to molality. So delta TB is proportional to molality. ഇല്ലേ? നമുക്ക് അങ്ങനെ എഴുതാലോ. ഇയാൾ ഇയാൾക്ക് പ്രൊപ്പോർഷൻ ആണ്, ഇയാൾ ഇയാൾക്ക് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇയാൾ ഇയാൾക്ക് പ്രൊപ്പോർഷൻ ആണ്. ഡെൽറ്റ ടി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി നമുക്ക് കിട്ടി. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാം. നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് കെ ബി എന്ന് എഴുതി. കെ ബി ഇൻറ്റു എം എന്ന് എഴുതി. സ്മോൾ എം എഴുതണം, മൊളാലിറ്റി എന്നത്. സോ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് കിട്ടി. അപ്പോ what is KB? KBക്ക് ഒരു പേരുണ്ട്. KBയുടെ പേര് KB അല്ല, KB. KBയുടെ പേരെന്താണ്? ഭയങ്കര പേരാണ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. നമ്മളെ വീട്ടില് ചിഞ്ചു കുഞ്ചു എന്നൊക്കെ വിളിച്ചിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ വലിയ പേരെടുക്കും. ശ്രീകല ഒക്കെ പേരിടുന്ന പോലെ. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് സ്കൂളിൽ ചേർത്തപ്പെട്ട പേരാണ്. വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്. എന്നാന്നറിയാം? മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്. മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഹൈ ടെമ്പറേച്ചർ ഫിനോമിനൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ഭാഗമാണ് എബിലിയോസ്കോപ്പി. അപ്പൊ അത് ആണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ബോയിലിംഗ് പോയിന്റ് ചൂടാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന പേര്. മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ഒന്ന് ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ഡിഫൈൻ ചെയ്യും? വി കൻ റൈറ്റ് ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി എന്ന് എപ്പോൾ എഴുതാൻ പറ്റും? വെൻ എം ഈസ് ഈക്വൽ ടു 1. എമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഡെൽറ്റ ടി ബിയെ കെ ബി എന്ന് എഴുതാൻ പറ്റും. എമ്മിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി 1 എന്നർത്ഥം. മൊളാലിറ്റി 1 എന്ന് പറഞ്ഞാൽ 1 മോൾ സൊല്യൂട്ട് 1 കിലോഗ്രാം സോൾവെന്റിനകത്ത് സോൾവ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കും. ഒരു മോൾ സൊല്യൂട്ട് എടുത്ത് 1 കിലോഗ്രാം സോൾവെന്റ് 1 കിലോഗ്രാം എടുക്കുക, സോൾവെന്റ് 1 മോൾ എടുക്കുക, മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുക, ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കുക. ആ ഡെൽറ്റ ടി ബിയുടെ പേരാണ് KB. So what is KB? KB is the elevation in boiling point. Elevation in boiling point for 1 molar solution. Elevation in boiling point for 1 molar solution. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ എന്താ കണ്ടുപിടിക്കാൻ വേണ്ട? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും. ഇങ്ങനെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡെൽറ്റ ടി ബി is equal to KB into molarity. What was molarity? WB into 1000, mass of solute into 1000 divided by molecular mass of solute into mass of solvent. MB is equal to equation KB into WB into 1000 divided by delta TB into WB. മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തൊക്കെ അറിയണം? KB അറിയണം, സോൾവെന്റിന്റെ KB, WB അഥവാ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ മാസ്, അപ്പോഴുണ്ടായ ബോയിലിംഗ് പോയിന്റ്, സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. നമ്മൾ എന്തുമാത്രം സോൾവെന്റിനകത്തേക്കാണ് സൊല്യൂട്ട് ആഡ് ചെയ്ത സോൾവെന്റിന്റെ മാസ് അറിയാം.
ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്ത് നമുക്ക് പുല്ല് പോലെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ അറിയാമായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എല്ലാ സാധനം തരും. കെമിസ്ട്രിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ ആന പ്രോബ്ലം ഒന്നുമല്ല. ഇക്വേഷൻ എഴുതാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെ ടേംസ് ആണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. ആ തന്നിരിക്കുന്ന ടേംസിനെ എല്ലാം നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുക. ഇക്വേഷനകത്തേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടുകൂടി പണി കഴിയും. കാൽക്കുലേറ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ചെയ്യാമല്ലോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ്. So that is elevation and boiling point. That graph is very important. എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരച്ചത്? വേപ്പർ പ്രഷർ, ടെമ്പറേച്ചർ, 1 atmosphere വര വരയ്ക്കണം. എന്നിട്ട് സോൾവെന്റ്, അടുത്തത് സൊല്യൂഷൻ, സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ്, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഗ്രാഫിനകത്തൊക്കെ ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ ഗ്രാഫിൽ എന്നാന്ന് പ്ലോട്ട് ചെയ്യത്തില്ല. അപ്പൊ അവിടെ വേപ്പർ പ്രഷർ, ടെമ്പറേച്ചർ അത് നിർബന്ധമായിട്ട് പ്ലോട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ 2 സാധനം വരയ്ക്കും. ഇത് കാണിച്ചാൽ എവിടെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും 1 atmosphere എന്ന് പറയുന്ന അവിടെ ആ ലൈൻ അവിടെ കാണിച്ചിരിക്കണം. അതേലോട്ട് ചെന്ന് മുട്ടണം. അഴയിലൊക്കെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന മാതിരി. അപ്പോ ഇതിൽ ആദ്യം വരയ്ക്കുന്നതാണ് സോൾവെന്റ്, രണ്ടാമത് വരയ്ക്കുന്നതാണ് സൊല്യൂഷൻ. അപ്പൊ അങ്ങനെ വേണം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇങ്ങനെ ഗ്രാഫ് വന്നിട്ട് ഇതിൽ ഏതാണ് സോൾവെന്റ്, ഏതാണ് സൊല്യൂഷൻ? അല്ലെങ്കിൽ സോൾവെന്റിന്റെ ഗ്രാഫ് വന്നിട്ട് സൊല്യൂഷന്റെ വരയ്ക്കാൻ പറയാം. അപ്പുറത്ത് വരയ്ക്കോ, ഇപ്പുറത്ത് വരയ്ക്കോ, താഴെ വരയ്ക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം, മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പിടുന്നത് എന്തിന്? മുട്ട പുഴുങ്ങി തിന്നാറുണ്ടല്ലോ. പുഴുങ്ങി കഴിയുമ്പോൾ ഉപ്പും കുരുമുളകും ഒക്കെ ചേർക്കണം, അത് വേറെ കാര്യം. പുഴുങ്ങാൻ നേരത്ത് അടുക്കളയിൽ കയറുന്നവരുണ്ടെങ്കിൽ അറിയാം, ആ വെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉപ്പിടും. എന്തിനാ ഉപ്പിടുന്നത്? സിംപ്ലി നിങ്ങൾക്കറിയാം, മുട്ടയുടെ തോട് ഒട്ടും എന്താ പറയാ, വളരെ ഈസി ആയിട്ട് വിട്ടുപോരണം. അതിന് കൂടെ ആ വെള്ളയൊക്കെ പോരുക എന്ന് പറയുന്നത് നമുക്ക് പ്രാണസങ്കടമാണ്. അതെല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ടില്ല നമ്മൾ മുട്ട പുഴുകുന്നത്. അപ്പൊ അതിനകത്ത് അപ്പൊ അങ്ങനെ സ്മൂത്ത് ആയിട്ട് അതിന് തോട് ഇളകി പോരണമെങ്കിൽ ആ മുട്ട നല്ല ഹാർഡായിട്ട് കിട്ടണം. ഹാർഡായിട്ട് കിട്ടണമെങ്കിൽ നല്ല ചൂട് കിട്ടണം മുട്ടയ്ക്ക്. അപ്പോ നമ്മൾ വെള്ളത്തിനകത്തേക്ക് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ, sodium chloride is a non-volatile solute. When the non-volatile solute is added, vapor pressure decreased, boiling point is increased. അപ്പോൾ സാധാരണ ടെമ്പറേച്ചറിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുമായിരുന്നെങ്കിൽ, വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയുള്ള കുഴപ്പം വെച്ചാൽ 100 ഡിഗ്രിയിൽ അങ്ങനെ നിൽക്കും. അതങ്ങനെ കുറേ സമയം കിടന്നാലേ ഈ മുട്ട നല്ല ഹാർഡായിട്ട് വരും. അപ്പൊ എളുപ്പത്തിൽ ഇതിനെ ഹാർഡാക്കി എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പം നേരത്തെ 100 ഡിഗ്രി തിളയ്ക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ 150 ഡിഗ്രി തിളയ്ക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്താ, 150 ഡിഗ്രി ചൂട് മുട്ടയ്ക്ക് കിട്ടും. അപ്പൊ മുട്ട കുറച്ചുകൂടി പെട്ടെന്ന് ഹാർഡായിട്ട് മാറും. അപ്പൊ നമ്മൾ ചോദ്യം ഇതാണ്, ടു ഗെറ്റ് ഹാർഡ് ബോയിൽഡ് എഗ്സ് സോഡിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു ബോയിലിംഗ് വാട്ടർ. വൈ? മുട്ട പുഴുങ്ങുമ്പോൾ വെള്ളത്തിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ള പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, എന്തെഴുതാം? When sodium chloride is added, the boiling point of water is increased and the egg gets sufficiently hardened at elevated temperatures. സ്പീഡ് കൂടി പോയി പറഞ്ഞത്, എഗ് ഗെറ്റ് sufficiently hardened at elevated temperatures. That is elevation and boiling point, second colligated property. അടുത്ത ക്ലാസ്. ഓക്കെ.